ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഷൻ മാവലിക്കര. നമ്മളിന്ന് കാണാൻ പോകുന്നത് എക്സ്പോ എക്സ്പോ 2020. എക്സ്പോ 2020 പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എല്ലാവരും കണ്ടു കാണും. അപ്പം അതിൽ ഇപ്പോൾ അവിടെ എക്സ്പോ 2020 കഴിഞ്ഞു. ഇപ്പോൾ അവിടുത്തെ എന്താണ് അവസ്ഥ, ഇപ്പോൾ അവിടുത്തെ എങ്ങനെ ഇപ്പോൾ അകത്ത് കയറുന്ന പാസ് വേണോ, പിന്നെ അകത്ത് കയറി എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും. പണ്ട് എക്സ്പോ കണ്ട് എൻ്റെ ഈ ചാനലിൽ തന്നെ ഇന്ത്യൻ കുറേ പവലിയൻസ് ഉണ്ട്, കുറേ രാജ്യത്തെ പവലിയൻസ്. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ പവലിൻ്റെ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണത്തുണ്ട്, കയറി കാണാം. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ എക്സ്പോയുടെ അവസ്ഥ എന്താണ്, ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അത് എന്തൊക്കെ കാണാൻ പറ്റും, അതൊക്കെ നമുക്ക് ഈ വീഡിയോ കാണാം. ഓക്കെ, വാ. അങ്ങനെ നമ്മൾ എക്സ്പോയുടെ ഉള്ളിൽ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. മെട്രോ എന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ എക്സ്പോയുടെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് എക്സ്പോ അതിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെളിയിലത്തെ ഇപ്പോൾ കാഴ്ചകൾ ഉദ്ദേശിച്ചത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡെക്കറേഷനും എല്ലാം മോണിറ്റർ വെച്ചും എല്ലാ അഡ്വർടൈസും എല്ലാം നമുക്ക് കാണാം. ഓക്കെ, വാ. നമ്മൾ മെട്രോ ഇറങ്ങി വരുന്ന വഴിയാണ്. പിന്നെ അവിടെ ഇങ്ങനെ അകത്തോട്ട് കയറി ഇങ്ങനെ ഇതാണ് എക്സ്പോയുടെ എൻട്രൻസ്. ഓക്കെ, നോക്കാം. എക്സ്പോയുടെ അതിൻ്റെ എൻട്രൻസ് അത് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ എക്സ്പോയുടെ എൻട്രൻസിനകത്ത് കയറിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ എക്സ്പോയുടെ മറ്റേ കാണുന്ന കൂടാരല്ല, അതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഓക്കെ, കാണാം. ഞാൻ ആ കാണുന്ന ബാൽക്കണിയിൽ ഈ കാണുന്ന ഫോർണം അതിനിപ്പുറത്തേനാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ ആൾക്കാർ അവിടുന്ന് എൻട്രൻസിൽ വരുന്ന വഴിയാണിത്. അപ്പോൾ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ കയറി ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ എൻട്രൻസ് ജസ്റ്റ് വേറെ വഴി, ഈ ബിൽഡിങ്ങിൽ നമ്മൾ മുമ്പ് കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ ആ എക്സ്പോയുടെ ഉൾഭാഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസ് കയറി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ ഓരോ പവലിയൻ, പണ്ട് എക്സ്പോയുടെ സമയത്ത് ഓരോ പവലിയൻസ് ആയിരുന്നു. നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ പവലിയൻസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് അങ്ങനെ അവിടുന്ന് എൻ്ററായി. അപ്പോൾ എൻ്ററായി കഴിയുമ്പോൾ നല്ല ഓരോരുത്തർക്ക് ഇരിക്കാൻ ബെഞ്ചുകൾ നമുക്ക്, പക്ഷേ ഫുൾ ഫ്രീ ആണ് ഇവിടെ. നമുക്ക് ലിമിറ്റേഷൻ ഒന്നുമില്ല, കുഴപ്പമില്ല, ഫുൾ സേഫ്റ്റിയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ അതോട്ട് കയറിയ എൻട്രൻസ് അവിടെ കുറച്ച് സെക്യൂരിറ്റികളെ കണ്ടു. പിന്നെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. മീൻസ് കണ്ടാതെ അതൊക്കെ അവർ വോളണ്ടിയേഴ്സ്. എങ്ങനെ ആ വണ്ടി ടാക്സിയാണ്, നമുക്ക് ക്യാഷ് പേ ചെയ്താൽ നമുക്ക് നമ്മളെ അവർ കൊണ്ടുപോകും. മീൻസ് നമ്മൾ ഇതിനകത്ത് വന്ന് ചുറ്റി കാണിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മളിങ്ങനെ അവിടെ നടന്ന് കാണും. ഓക്കെ, വഴിയോര കച്ചവടങ്ങൾ ആ റോഡിന് സൈഡിൽ ഇതുപോലെ ഓരോ ചെറിയ ഔട്ട്ലെറ്റുകളാണ്. അതുപോലെ കോഫി ഷോപ്പ്, അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കുന്ന കഫ്റ്റേരിയ എല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ വണ്ടി. ഇപ്പം നമ്മൾ വന്നത് മെട്രോയിൽ നിന്നുള്ള എൻട്രൻസ് ആണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ നമ്മൾ വണ്ടി ബൈ റോഡ് വണ്ടിയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഉടനെ കയറി വരുന്ന എൻട്രൻസും ആണ് കാണുന്നത്. എന്താ ഇത് ടിക്കറ്റ് ബോക്സ്, നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം, ടിക്കറ്റ് എടുത്തിട്ട് എൻട്രി ചെയ്യാം. പക്ഷെ ഇപ്പം നമുക്ക് ഇതിനകത്ത് കയറാനോ അല്ലെ ജസ്റ്റ് കാണാനോ അതിനകത്ത് ടിക്കറ്റിനൊന്നും ആവശ്യമില്ല. നമ്മളെല്ലാം ഫ്രീ എൻട്രി ആണ്.
സ്റ്റേറ്റ് കാണുന്നില്ല, ആ ഒരു പോളിൻ്റെ മേലെ റൗണ്ട് പോലെ, അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പോ ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. 360 ഡിഗ്രി വ്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് കയറണമെങ്കിൽ ഒരു പാസ് ഉണ്ട്, 30 dirhams ആണ് ഒരു പാസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് എക്സ്പോയിലെ വാട്ടർഫോൾസ് ആണ്. നമ്മൾ ആ വാട്ടർഫോളിന്റെ താഴേക്ക് ഇറങ്ങി അതിനകത്തോട്ട് പോവാണ്. അങ്ങനെ നമുക്കെന്നാൽ ഇവിടുത്തെ വാട്ടർഫോളിന്റെ കാഴ്ചകളിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എൻട്രൻസ് വന്നിരിക്കണം. അപ്പൊ ജസ്റ്റ് ഞാൻ ഈ വെള്ളത്തിൽ കയറി നോക്കാം. വാ. നല്ല തണുപ്പ്. വാ ഈ ഐസ് പോയിട്ടിരിക്കുന്നേ. ഒന്നാം പ്രത്യേകിച്ച് ഇവിടെ ക്ലൈമറ്റ് ഇപ്പൊ ചൂട് കുറയും, തണുപ്പായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല തണുപ്പ്. അങ്ങനെ നമ്മളിപ്പോ കാണാൻ പോകുന്നത് നമുക്ക് മുമ്പേ വാട്ടർഫോളിന്റെ പകലത്തെ കാഴ്ചയുണ്ട്. അപ്പൊ നമുക്കിപ്പോ രാത്രിയുടെ ലൈറ്റിങ്ങും അതിന്റെ വെള്ളച്ചാട്ടവും കാണാം. ഓക്കെ, പകല് കണ്ട എക്സ്പോയുടെ പവലിനകത്ത് കയറുകയാണ്. എക്സ്പോയുടെ എൻട്രൻസിനകത്ത് കയറുകയാണ്. ജസ്റ്റ് എന്തൊക്കെ ഇവിടുത്തെ രാത്രിയുടെ കാഴ്ചകൾ കാണുമ്പോ നല്ല ലോക്ക്, നല്ല വ്യൂ. നമുക്കിവിടെ ഇരിക്കാം, നമുക്ക് ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതുകൊണ്ട് എല്ലാവരും ഒരു ട്രിപ്പുണ്ട്, എല്ലാവരും ഇത്ര കാര്യങ്ങൾ ഇല്ല, ലൈറ്റ് ഇല്ല.